നമസ്കാരം. കാള പെറ്റുവെന്ന് കേട്ടാൽ കയറെടുക്കാൻ ചില മാധ്യമങ്ങളും അത് കേട്ട് കൊടി പിടിച്ചിറങ്ങാൻ ചില ഊത്തന്മാരും ഇവിടെയുണ്ടെങ്കിൽ പെൺകുട്ടിക്ക് നീതി എന്ന് പറയുന്ന വാക്ക് ഒരുപാട് അകലെയാണ് എന്ന് നമ്മളെ കാണിച്ചു തന്നൊരു സംഭവമാണ് ഈ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് നടന്നത്. ആര്യ രാജേന്ദ്രൻ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിക്കെതിരെ ഒരു KSRTC ഡ്രൈവർ യദു ലൈംഗിക ചേഷ്ട കാണിക്കുകയാണ്. തനിക്കെതിരെ ഉണ്ടായ ദുരനുഭവം ഈ സമൂഹത്തോട് ആര്യ രാജേന്ദ്രൻ വിളിച്ചു പറയുന്നു. എന്നിട്ട് എന്ത് സംഭവിക്കുന്നു? ഒരു പെൺകുട്ടി തനിക്കെതിരെ ഒരാൾ ലൈംഗിക ചേഷ്ട കാണിച്ചുവെന്ന് ധൈര്യത്തോടെ വിളിച്ചു പറയുമ്പോൾ ആ ധീരതയ്ക്ക് കൈയടിക്കേണ്ട മാധ്യമങ്ങൾ എന്താണ് ചെയ്തത്? അവൾ തിരുവനന്തപുരം മേയർ ആയതുകൊണ്ട്, അവൾ ഒരു കമ്മ്യൂണിസ്റ്റുകാരി ആയതുകൊണ്ട് അവളെ കണ്ടില്ലെന്ന് നടിക്കുന്നു. അവൾ പറഞ്ഞത് പച്ചക്കള്ളമാണെന്ന് വരുത്തി തീർക്കാൻ ചില മാധ്യമ ജഡ്ജിമാർ, കോട്ടിട്ട ചില മാധ്യമ ജഡ്ജിമാർ അന്തിച്ചർച്ച നടത്തുന്നു. അതിൻ്റെ ഒരു ഡെപ്ത് കൂട്ടാൻ, അതായത് ആ വിഷയത്തിൽ ആര്യ രാജേന്ദ്രനെ പ്രതിസ്ഥാനത്ത് നിർത്താൻ ചില ചങ്കരൻ വക്കീലുമാർ വായിൽ തോന്നിയത് കോതയ്ക്കപ്പാട്ടെന്ന രീതിയിൽ കിടന്ന് അലമുറയിട്ട് മോങ്ങുന്നു. എന്നിട്ട് എന്താണ് സംഭവിച്ചത്? യദു എന്ന് പറയുന്ന ലൈംഗിക ചേഷ്ട കാണിച്ച ആ തെമ്മാടിയെ ഹീറോ ആക്കുകയാണ് മാധ്യമങ്ങൾ. അയാളുടെ ചരിത്രം പരിശോധിച്ചാലും അയാൾ ഇതിനു മുമ്പും സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറിയതുമായി ബന്ധപ്പെട്ട FIRകൾ ഇട്ടിട്ടുണ്ട്. അങ്ങനെ പല വിഷയങ്ങൾ നിലനിൽക്കെ ആര്യ ഒരു കമ്മ്യൂണിസ്റ്റുകാരിയാണ് എന്നതുകൊണ്ട് അവൾക്ക് നീതി കൊടുക്കുന്നില്ല. ആ വേട്ടക്കാരനൊപ്പം നിന്ന്, ആ പ്രതിക്കൊപ്പം നിന്ന്, ആ തെമ്മാടിക്കൊപ്പം നിന്ന് അയാൾ പറയുന്നത് മുഴുവൻ ടെലികാസ്റ്റ് ചെയ്യുകയാണ്. അത് കേട്ട് ചില ഞരമ്പന്മാർ ആര്യയെ സോഷ്യൽ മീഡിയയിൽ അതിദയനീയമായ രീതിയിൽ ആക്രമിക്കുകയാണ്. അപ്പോഴും ആ പെൺകുട്ടി തോറ്റു കൊടുക്കുന്നില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോഴും അവൾ പോരാടുകയാണ്, പ്രതികരിക്കുകയാണ് അതിനെതിരെ. ഇപ്പൊ എന്താണ് സംഭവിച്ചത്? ഈ മാധ്യമങ്ങൾ മുഴുവൻ ഇവിടെ കാണിച്ചു കൂട്ടിയത് വെറും ചീപ്പ് ഷോ ആയിരുന്നുവെന്നും ആര്യ രാജേന്ദ്രനെ തകർക്കാൻ വേണ്ടി നടത്തിയ ചില ഒരു മാധ്യമ ഗൂണ്ടായിസമായിരുന്നുവെന്നും ഇപ്പൊ തെളിയുകയല്ലേ. അതായത് ആര്യയ്ക്ക് മാത്രമല്ല, ആര്യ അനുഭവിച്ച അതേ രീതിയിലുള്ള അനുഭവം തനിക്കും ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞ് വളരെ വ്യക്തമാക്കിക്കൊണ്ട് നടി റോഷ്ന ആൻഡ്രോ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. ഇയാളൊരു സ്ഥിരം ഇത്തരത്തിലൊരു മാനസിക വൈകൃതമുള്ള ഒരാളാണ് എന്ന് ഇതിൽ നിന്നൊക്കെ തന്നെ വ്യക്തമാണ്. ഹോൺ അടിച്ചെന്ന് പറഞ്ഞിട്ട് അത്രയും യാത്രക്കാരായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സൂപ്പർ ഫാസ്റ്റ് അത്രയും തിരക്കുള്ള ഒരു വഴിയിൽ സ്ലോ മൂവിങ് ആയതിന്റെ നടുവിൽ കൊണ്ടേ നിർത്തിയിട്ട് നമ്മളെ ചീത്ത പറയാൻ ഇറങ്ങി വരും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. സോ എന്റെ വ്യക്തിപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഷെയർ ചെയ്തിരിക്കുന്നത്. അതിന് വേറെ തെളിവൊന്നും ഇപ്പൊ അയാള് തെറി പറയുന്നൊന്നും എനിക്കിങ്ങനെ എടുത്തു വെക്കാനൊന്നും പറ്റില്ല. എനിക്കുണ്ടായ ഒരു അനുഭവം, ഞാൻ എവിടെയോ കിടക്കുന്ന ഒരു മനുഷ്യനെ പറ്റി വെറുതെ അപഖ്യാതി ഉണ്ടാക്കേണ്ട ആവശ്യം എനിക്കില്ല. സോ നോർമലായിട്ട് ഉള്ള ഒരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിനെ ആ ഒരു രീതിയിലേ എടുക്കാൻ പാടുള്ളൂ. അധികൃതർ ഇത് കാണുമെന്നും അതിന് തക്കതായ രീതിയിലുള്ള തീരുമാനങ്ങൾ എടുക്കുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു. അദ്ദേഹം സംസാരിച്ച രീതിയും കാര്യങ്ങളും ഒക്കെ അവിടുത്തെ MVD കണ്ടതാണ്, മനസ്സിലായോ? ആൻഡ് ഓൾസോ ആ ബസ്സിലെ യാത്രക്കാരും കണ്ടതാണ്. അപ്പൊ ഞാൻ അതിൽ കൂടുതൽ ഞാൻ ഇനി എന്ത് തെളിവ് തരണം എന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? എന്റെ സഹോദരൻ +2 കഴിഞ്ഞിട്ടുള്ളൂ, ചെറിയൊരു പയ്യനാണ്. അപ്പം അവനും കണ്ടതാണ്. അപ്പൊ എന്റെ കൂടെ നിൽക്കുന്നതുകൊണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കണം എന്നുള്ളതുകൊണ്ട് അതൊരു തെളിവായിട്ട് എടുക്കില്ലായിരിക്കും. പക്ഷേ എനിക്ക് വളരെ മോശം അനുഭവമാണ് ഉണ്ടായത്. നമ്മൾ അങ്ങനെ വോയിസ് എടുത്ത് സംസാരിച്ചാലും ഇതിനൊരു പ്രതിവിധി ഉണ്ടാകുമെന്ന് എനിക്കപ്പോൾ തോന്നിയില്ല. അതുകൊണ്ടാണ് ഞാൻ കേസായിട്ട് മൂവ് ചെയ്യാഞ്ഞത്. കാരണം ഞാൻ എനിക്കൊരു ഷോപ്പുണ്ട്, ബോട്ടിക് സ്റ്റോർ ഉണ്ട്. ഞാൻ അതിന്റെ ഉദ്ഘാടന സംബന്ധമായിട്ട് ഞാൻ യാത്ര ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ഈ ഒരു ഇഷ്യൂ ഉണ്ടാവുന്നത്. സോ ആ സമയത്ത് പോലീസ് സ്റ്റേഷനിൽ പോകാനും അതിന്റെ പുറകെ നടക്കാനും ഉള്ള ഒരു സാഹചര്യം എനിക്ക് ഉണ്ടായിരുന്നില്ല. അപ്പൊ എനിക്ക് പ്രതികരിക്കണം എന്ന് തോന്നിയത് ഇപ്പോഴായതുകൊണ്ടും ഈ ഒരു ഫോട്ടോ ഇത്രയും കാലമായിട്ട് എന്റെ ഫോണിൽ നിന്ന് കളയാതിരുന്നത് കൊണ്ടും മാത്രമാണ് ഞാനതിപ്പോ പോസ്റ്റ് ചെയ്തത്. ഇപ്പോൾ ഈ നടി രംഗത്ത് വരുമ്പോൾ പലരും ചോദിക്കുന്ന ഒരു കാര്യം എന്താണ്, ഇപ്പോൾ ഇങ്ങനെ രംഗത്തേക്ക് വരാനുള്ള കാര്യം, അന്ന് എന്തുകൊണ്ട് പരാതി കൊടുത്തില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ നടി പറയുന്ന ഒരു വാക്കുണ്ട്, അതായത് ഇപ്പോൾ ആര്യ രാജേന്ദ്രൻ പ്രതികരിക്കുന്നത് കണ്ടപ്പോഴാണ് എനിക്ക് പ്രതികരിക്കാൻ തോന്നിയതെന്നാണ്. അതായത് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ആര്യ രാജേന്ദ്രനെ പോലെ ഒരാള് ഇങ്ങനെ പ്രതികരിക്കുമ്പോൾ മറ്റുള്ള എത്രയോ പെൺകുട്ടികൾക്കാണ് അത് പ്രചോദനമാകുന്നത്. തനിക്കും ഇങ്ങനൊരു അനുഭവം ഉണ്ടായി എന്ന് തുറന്നു പറയാൻ ഒരുപാട് പേർക്ക് ആര്യ രാജേന്ദ്രൻ പ്രചോദനമായി മാറുകയാണ്. അന്നേ നമ്മൾ ആ പ്രശ്നം ഉണ്ടായപ്പോഴേ കൈയടിക്കേണ്ടതായിരുന്നു ഇവിടുത്തെ മാധ്യമങ്ങൾ. പക്ഷെ അന്ന് അവർ കൈയടിപ്പിച്ചില്ല. കൈയടിപ്പിക്കുന്നവരെ പോലും നിരുത്സാഹപ്പെടുത്തി. എന്നിട്ട് ഇപ്പോൾ ഇങ്ങനെ ഒരു പെണ്ണ് ഈ പറയുന്നത് പോലെ ഞാൻ ഇപ്പോൾ തുറന്നു പറയാൻ കാരണം ആര്യ രാജേന്ദ്രനാണെന്ന് പറയുമ്പോൾ അത് എത്ര ആളുകൾക്ക് പ്രചോദനമായെന്നൊന്ന് കാണും. എന്നിട്ട് ഇപ്പോൾ ഇത് ആര്യ രാജേന്ദ്രൻ ഇറക്കിയതാണ്, ഇത് കമ്മിയാണ്, ഈ പറയുന്നത് പോലെ പൈസ കൊടുത്ത് ഇറക്കിയതാണെന്നൊക്കെ പറഞ്ഞ് കുറേ ആളുകൾ, കുറെ കേശവ മാമന്മാർ ഇറങ്ങിയിട്ടുണ്ട്. മാധ്യമങ്ങളും ഇവിടുത്തെ ചില സൈബർ ഞരമ്പന്മാരും ഒക്കെ കൂടി ഒരു പെൺകുട്ടി ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമം നടത്തുമ്പോൾ
അതിനെയൊക്കെ ശിഥിലമാക്കിക്കൊണ്ട് ഈ യദു എന്ന് പറയുന്ന തെമ്മാടിയുടെ ഭാഗത്ത് നിന്ന് തനിക്കും ദുരനുഭവം ഉണ്ടായെന്ന് പറഞ്ഞു വേറൊരു പെൺകുട്ടി രംഗത്തേക്ക് വരുമ്പോൾ ആ പെൺകുട്ടിയെയും ആര്യയെ ആക്രമിക്കുന്നത് പോലെ ഇപ്പോൾ സൈബർ ഇടങ്ങളിൽ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തൊരവസ്ഥയാണെന്ന് ആലോചിച്ച് നോക്കൂ. കഴിഞ്ഞ ദിവസം ഈ നമ്മുടെ യദു എന്ന് പറയുന്ന ഈ KSRTC ഡ്രൈവറെ പൊക്കിപ്പിടിച്ചുകൊണ്ട് സതീശന്റെ ഒരു പോസ്റ്റ് ഇത് അങ്ങനെയായിരുന്നു: മേയർക്കും ഡ്രൈവർക്കും ഇരട്ട നീതി പാടില്ല. എന്തറിഞ്ഞിട്ടാണ് ഈ സതീശനൊക്കെ രംഗത്തിറങ്ങി ഇങ്ങനെ പൊക്കിപ്പിടിച്ചുകൊണ്ട് നടക്കുന്നത്? ഇവരുടെ പാർട്ടിയുടെ ഈ കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും ഒക്കെ പരാജയം ഇതാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ് ഒരു പ്രതിഷേധം നടത്തിയ എല്ലാവരും കണ്ടു കാണും. എല്ലാ ക്രിമിനൽസിനെയും ഇതാ ഇങ്ങനെ പൊക്കിപ്പിടിച്ചുകൊണ്ട് ഇങ്ങനെ കേവലം വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി, രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി, CPM-നെ കടന്നാക്രമിക്കുന്നതിന് വേണ്ടി ഇങ്ങനെ ഒരുമാതിരി നെറുകെട്ട പൊളിറ്റിക്സ് കളിക്കാൻ കോൺഗ്രസിനും യൂത്ത് കോൺഗ്രസിനും ഒരു നാണവും മാനവും ഇല്ല എന്ന് അവർ വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അധികാരം കേരളത്തിലെ ജനങ്ങൾ ഈ കൈവെള്ളയിലേക്ക് തരാത്തതെന്ന് ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ. എന്ത് രാഷ്ട്രീയ പ്രവർത്തനമാണ് നിങ്ങൾ കാഴ്ചവെക്കുന്നത്? എന്തെങ്കിലും ഒരു രാഷ്ട്രീയ നിലപാടുണ്ടോ നിങ്ങൾക്ക്? ഏതെങ്കിലും ഒരു വിഷയത്തിൽ വസ്തുത നോക്കിക്കൊണ്ട് ഇടപെട്ട ചരിത്രമുണ്ടോ നിങ്ങൾക്ക്? ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചാടി ഓടി അങ്ങ് ആലോചിച്ച് നോക്കണം. പ്രതിപക്ഷ നേതാവ് ഇട്ട പോസ്റ്റാണെന്ന് ആലോചിക്കണം. ഇങ്ങനെ എടുത്തങ്ങ് ചാടുകയാണ്. അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസ് അപ്പം തന്നെ കൊടിയെടുത്തുകൊണ്ട് പോവുകയാണ്. ഇപ്പോൾ അയാളുടെ ഭാഗത്തു നിന്ന് ദുരനുഭവം നേരിട്ടുണ്ടെന്ന് പറഞ്ഞൊരു നടി രംഗത്തേക്ക് വരികയാണ്. ഇനി ചിലപ്പോൾ നിരവധി ആളുകൾ ഇങ്ങനെ വരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പം എന്താണ് കോൺഗ്രസിന് പറയാനുള്ളത്? യൂത്ത് കോൺഗ്രസിന് എന്താണ് പറയാനുള്ളത്? 2-3 ദിവസം ആര്യക്കെതിരെ മാധ്യമ വിചാരണ നടത്തിയ മാധ്യമങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? നിങ്ങൾക്ക് മാറ്റി പറയാനൊരു ഉളുപ്പും ഉണ്ടാകില്ല എന്നറിയാം. പക്ഷേ ഇത്രയും ദിവസം ഈ ആര്യ രാജേന്ദ്രൻ അനുഭവിച്ച ആ ഒരു മാനസിക ബുദ്ധിമുട്ടിന് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? എന്നിട്ട് ഇന്നിപ്പോൾ ഈ റോഷ്ന എന്ന് പറയുന്ന പെൺകുട്ടിയും ഈ പറയുന്ന യദുവും മാതൃഭൂമി ഞാൻ വെച്ച് നോക്കിയപ്പോൾ മാതൃഭൂമിയിൽ ഇവർ രണ്ടുപേരും ടെലിയിൽ വന്നിരിക്കുകയാണ്. ആ ടെലിയിൽ വന്ന് നിൽക്കുമ്പോഴും ഈ യദുവിൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന വാക്കുകൾ എത്ര മോശമായിട്ടാണ്. സരിത വരെ രംഗത്തേക്ക് അവളെ സരിതയായിട്ട് അങ്ങ് ചിത്രീകരിക്കുകയാണ് ഈ റോഷ്നയെ. അതുപോലെ തന്നെ റോഷ്നയുടെ അടുത്ത് എത്ര മോശമായിട്ടുള്ള വാക്കുകളാണ് പറയുന്നത്. സ്ത്രീകളോട് ഇത്രയും മോശമായിട്ട് പെരുമാറുന്ന ഒരാളെ കണ്ടിട്ടില്ല. എന്തായാലും ഗണേഷ് കുമാർ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇത്രയധികം പ്രശ്നങ്ങൾ ഈ റോട്ടിലുണ്ടാക്കുന്ന, സ്ത്രീകളോട് അപമര്യാദയായിട്ട് പെരുമാറുന്ന ഇവനെയൊക്കെ തൂക്കിയെടുത്ത് പുറത്തെറിയേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ഗതാഗത വകുപ്പ് മന്ത്രി എന്ന നിലയിൽ താങ്കൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും മികച്ച ഒരു കാര്യം ഇത് തന്നെയായിരിക്കും. ഇനിയും നിരവധി ആര്യമാരും റോഷണമാരും ഒക്കെ ആവർത്തിക്കപ്പെട്ടേക്കാം. പക്ഷേ ഇതുപോലുള്ള ഇവനെയൊക്കെ ഇവിടുന്ന് തൂക്കി എറിയുകയാണെങ്കിൽ ഇനി ഇത്തരത്തിലുള്ള ആര്യമാരും റോഷണമാരും ഒന്നും ആവർത്തിക്കില്ല. ഇതെല്ലാവർക്കും ഒരു താക്കീതായിരിക്കും. KSRTC ബസ്സിൽ കയറിയിരുന്ന് റോട്ടിലൂടെ പോകുന്ന വണ്ടികൾക്ക് അപകടമുണ്ടാക്കുന്ന രീതിയിൽ വാഹനം ഓടിക്കുകയും അത് ചോദ്യം ചെയ്യുമ്പോൾ സ്ത്രീകളാണെങ്കിൽ അവർക്കെതിരെ ഇത്തരത്തിൽ ലൈംഗിക ചേഷ്ട കാണിക്കുന്ന, സ്ത്രീകളോട് മോശമായിട്ട് പെരുമാറുന്ന ഇത്തരം മോന്മാരെയൊക്കെ ഉണ്ടല്ലോ, പാഠം പഠിപ്പിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. അതായത് ഗണേഷ് കുമാറിന് അത് നന്നായിട്ട് കഴിയും. താങ്കൾക്ക് മാത്രമേ അത് കഴിയൂ. ഇയാൾ അത് അർഹിക്കുന്നുണ്ട് എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തൊക്കെ രീതിയിലുള്ള നാടകങ്ങളാണ് ഈ യദു കാഴ്ചവെച്ചത്. ഇയാൾ പറഞ്ഞതും കേട്ട് ഇയാളെ പൊക്കിപ്പിടിച്ച് കിടക്കാൻ വേറെ ചില ആളുകളും. എന്തായാലും യദുവിൻ്റെ കളി ഇവിടെ അവസാനിക്കുകയാണ്. സത്യം ജയിക്കുകയാണ്. എത്ര സമയവും എത്ര നാളും ഈ പറയുന്നത് പോലെ കള്ളത്തെ മൂടി വെക്കാൻ ആരൊക്കെ ശ്രമം നടത്തിയാലും അതൊക്കെ ഒരു നാൾ പൊളിച്ചടക്കി സത്യം പുറത്തു വരുമെന്ന് വീണ്ടും വീണ്ടും തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ സത്യങ്ങൾ പുറത്തു വരുമ്പോൾ, ഇത്തരം വെളിപ്പെടുത്തലുകൾ പുറത്തേക്ക് വരുമ്പോൾ, യദുവിൻ്റെ മുഖം മൂടി വലിച്ചു കീറപ്പെടുമ്പോൾ ഇതിനെയൊക്കെ ന്യായീകരിച്ചുകൊണ്ടും യദു ആർമി ഫാൻസ് ഒക്കെ രംഗത്തേക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഇവനെയൊക്കെ ന്യായീകരിക്കാൻ അവർക്ക് മാത്രമേ പറ്റൂ. ഗാന്ധിയെ കൊന്നതിന് 2 പക്ഷമുള്ള നാടല്ലേ നമ്മുടേത്. ഇതൊക്കെ സ്വാഭാവികമാണ് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.